വാർത്താ ദിനം ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. രാജ്യം കടന്നു പോകുന്നത് നീതികെട്ട കാലത്തിലൂടെയെന്ന് രാഹുൽ ഗാന്ധി. We are going through a period of great injustice in India. Social, economic and political injustice. മോദിക്കും RSSനും മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ല. രാജ്യത്തെ സ്വത്തൊരു വിഭാഗത്തിൽ മാത്രം ചുരുങ്ങിയെന്ന വിമർശനം. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ ആവേശത്തുടക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് KK ശൈലജ. സ്ത്രീകൾ മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സമില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട കാര്യമില്ലെന്നും ശൈലജ. പിണറായി വിജയൻ സൂര്യനെ പോലെ എന്ന പരാമർശം വ്യക്തിപൂജയല്ലെന്ന് MV ഗോവിന്ദൻ. MTക്ക് പിന്നാലെ രാഷ്ട്രീയ വിമർശനവുമായി M മുകുന്ദൻ. വ്യക്തിപൂജ പാടില്ലെന്ന MGയുടെ വിമർശനം ഉൾക്കൊള്ളണം. വിമർശനത്തോട് സഹിഷ്ണുത കാണിക്കണം. സിംഹാസനത്തിലിരിക്കുന്നവർ ജനങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെന്നും M മുകുന്ദൻ. വിവാദങ്ങൾക്കിടെ ഇന്ത്യക്കെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് മാലദ്വീപ്. ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ സമയപരിധി നിശ്ചയിച്ചു. ഈ മാസം 15-നുള്ളിൽ സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. പരസ്പര സഹകരണത്തിലുള്ള നടപടികൾ തുടരുമെന്ന് ഇന്ത്യ. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. ശബരിമലയിൽ കനത്ത സുരക്ഷ. അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ ഹെലികോപ്റ്റർ. വീണ്ടും തരംഗമായി നിറക്കൂട്ടിലെ പൂമാനമേ എന്ന ഗാനം. ജയറാം ചിത്രം ഓസ്ലറിൽ ഉൾപ്പെടുത്തിയ ഗാനത്തിന് മികച്ച പ്രതികരണം.